നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഭക്ഷ്യ വിഭവം മീനാണെന്ന്. സംശയമുണ്ടോ? സംശയിക്കേണ്ട, ഇത് സത്യമാണ്. അപ്പോൾ മത്സ്യത്തെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്ന മലയാളികൾ മീൻ ടേസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? മീൻ നല്ലതാണോ ചീത്തയാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണെന്നല്ലേ പറയാം. അതിനു മുമ്പ് ഇതുകൂടി കേൾക്കൂ. കേരളത്തിലെ പ്രശസ്തമായ റെസ്റ്റോറൻറ്റിൽ കയറി നിങ്ങളൊരു മീൻ പൊള്ളിച്ചത്, അല്ലെങ്കിൽ ഒരു ഫിഷ് മോളി, അല്ലെങ്കിൽ ഒരു ഫിഷ് മസാല ഓർഡർ ചെയ്യുന്നു. അതിപ്പോൾ ആവോലി ആയാലും അയലയായാലും മത്തി ആയാലും ചെമ്പല്ലി ആയാലും കഴിക്കാൻ ബഹുക്ഷേമമാണ്. രുചിയും അപാരം തന്നെയാണ്. പക്ഷേ അത് ഏത് വെറൈറ്റി ആയിരുന്നാലും, ഏത് വെറൈറ്റി മീൻ കറി ആയാലും, ആ മീൻ ഒരു പക്ഷേ വന്നത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ആയിരിക്കാം. അതിലുപയോഗിക്കുന്ന നിങ്ങളുടെ ഫേവറിറ്റ് മസാലകളോടൊപ്പം 2 അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അമോണിയയും ഫോർമാൽഡിഹൈഡും. തർക്കിക്കേണ്ട, ഇത് രണ്ടും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരിടയ്ക്ക് ഗുജറാത്തിൽ നിന്നും ഒമാനി ചാള ധാരാളമായി കേരളത്തിലെത്തുമായിരുന്നു. ഒമാനിൽ നിന്നും പിടിക്കുന്ന ആ ചാള എത്ര ദിവസം കഴിഞ്ഞായിരിക്കും ഗുജറാത്തിലെത്തുക? അതിനുശേഷം എത്ര ദിവസം കഴിഞ്ഞായിരിക്കും കേരളത്തിലെത്തുക? എന്താണ് അങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ച് മീൻ നമ്മുടെ നാട്ടിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ മലയാളികൾ നമ്മുടെ പേര് കേട്ട സീ ഫുഡിനെ കുറിച്ചുള്ള ഒരു പൊങ്ങച്ചമുണ്ടല്ലോ, അത് വെറുതെയാണ്. കാരണം മത്സ്യസമ്പത്തിൽ കേരളം വളരെ പിന്നിലാണ്. പറയാൻ കാരണമുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം കേരളത്തിന് ഒരു ദിവസം ആവശ്യമുള്ളത് 2281 ടൺ മീനാണ്. എന്നാൽ കേരളത്തിൽ ഇത്രയും മത്സ്യം ഒരു ദിവസം പിടിക്കുന്നില്ലാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും, എന്തിന് ഒഡീഷയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വരെ ഏകദേശം 539 ടൺ മത്സ്യമാണ് ഒരു ദിവസം കേരളത്തിൽ എത്തുന്നത്. ഞാൻ പറയുന്ന കണക്കൊന്നുമല്ല കേട്ടോ, ഇത് ഫിഷറീസ് മന്ത്രിയുടെ കണക്കാണ്. എന്നാൽ CMFRI, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കുകൾ പറയുന്നത് കേരളത്തിൻ്റെ ഡെഫിസിറ്റ് ഏകദേശം 30% എന്നാൽ 2022 ഒരു അനൗദ്യോഗിക പഠനം പറയുന്നത് ഇത് 60% ആണെന്നാണ്. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മത്സ്യം ചീഞ്ഞ് കേടാകാതിരിക്കുവാൻ അമോണിയയും ഫോർമാൽഡിഹൈഡും യഥേഷ്ടം ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലെ കടകളിൽ എത്തുന്നത് വരെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണ മത്സ്യം കേടാകാതെ സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നത് ഐസാണ്. പക്ഷേ ഐസും ടെമ്പറേച്ചർ വ്യതിയാനത്തിൽ ഉരുകിപ്പോകും. പിന്നെ എന്തു ചെയ്യും? ആ ഐസ് പെട്ടെന്ന് ഉരുകിപ്പോകാതിരിക്കുവാനാണ് അമോണിയ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന അമോണിയയ്ക്ക് വായിലും വയറ്റിലുമെല്ലാം അൾസർ ഉണ്ടാക്കുവാനാകും. അതേപോലെ തന്നെയാണ് മോർച്ചറികളിൽ ഉപയോഗിക്കുന്ന, ശവശരീരം കേടാകാതെ സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന ഫോർമാൽഡിഹൈഡിൻ്റെ കാര്യവും. മീൻ കേടാകാതിരിക്കുവാൻ സമൃദ്ധമായി ഈ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നുണ്ട്. മസിൽ സംബന്ധമായ തകരാറുകൾ, ക്യാൻസർ, എന്തിനും മരണം വരെ ക്ഷണിച്ചു വരുത്തുകയാണ് ഇതുമൂലം നമ്മൾ. ഈ കെമിക്കലുകൾ ഉപയോഗിച്ച് മത്സ്യത്തെ ഇങ്ങനെ വ്യാപകമായി കണ്ടാമിനേറ്റ് ചെയ്യുന്ന രീതി ഇപ്പോഴും അനുസ്യൂതം തുടരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലോക്കലായി പിടിക്കുന്ന മത്സ്യം ഉപയോഗിക്കുക. അല്ലെങ്കിൽ കടലോരത്തും കായലോരത്തും ഒക്കെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. അതാണ് കരണീയമായിട്ടുള്ള ഏക കാര്യം. പക്ഷേ ഇത് ഒട്ടും പ്രാക്ടിക്കലല്ല. മലയാളികളെല്ലാവരും കടൽ തീരത്തോ കായൽ തീരത്തോ അല്ല താമസിക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ മീൻ നല്ലതാണോ ചീത്തയാണോ എന്നറിയുവാൻ നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിഫ്റ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, 5 വർഷം മുമ്പ് വികസിപ്പിച്ചെടുത്ത ഒരു റാപ്പിഡ് ടെസ്റ്റ് കിറ്റുണ്ട്. ഈ ഒരു കിറ്റ് ഉപയോഗിച്ചാൽ നമ്മൾ വാങ്ങുന്ന മത്സ്യത്തിലെ അമോണിയയുടെയും ഫോർമാലിൻ്റെയും പ്രസൻസ് ആ മത്സ്യത്തിൽ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുവാൻ പറ്റും. ഈ ഒരു ടെസ്റ്റ് നടത്തുവാൻ ആകെ ചിലവാകുന്നത് 2 രൂപ മാത്രമാണ്. കിറ്റിലുള്ള ഒരു വൈറ്റ് പേപ്പർ സ്ട്രിപ്പ് മീനിന് മുകളിൽ വെക്കുമ്പോൾ നീലയോ പച്ചയോ നിറമായാൽ ആ മത്സ്യത്തിൽ ഫോർമാലിൻ ഉണ്ട് എന്നും, അത് മഞ്ഞ നിറത്തിലാണ് കാണുന്നതെങ്കിൽ അതിൽ ഫോർമാലിൻ്റെ അംശം ഇല്ല എന്നും വേണം കരുതാൻ. ഇതേപോലെ തന്നെയാണ് അമോണിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. സിഫ്റ്റ് ഈ കിറ്റ് ഡെവലപ്പ് ചെയ്ത ശേഷം ടെക്നോളജി മുംബൈയിലെ ഹൈ മീഡിയ ലാബിന് കൈമാറി. ഇപ്പോൾ ഹൈ മീഡിയ ലാബാണ് ഇത് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. ഞാൻ ഹൈ മീഡിയ ലാബിൻ്റെ വെബ്സൈറ്റിൽ പോയി ഈ കിറ്റ് ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ നോട്ട് അവൈലബിൾ,
ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ കിറ്റ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ യൂസറായ നമ്മളെപ്പോലെയുള്ള കൺസ്യൂമേഴ്സിന് ഇത് ലഭ്യമാക്കിക്കൂടെ? ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇങ്ങനെ ഒരു കിറ്റ് ഉണ്ടെന്നും അതുപയോഗിച്ച് മീനിലെ അഡൾട്ടറേഷൻ കണ്ടുപിടിക്കാമെന്നും നമ്മൾ എത്ര മലയാളികൾക്കറിയാം? ആർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർക്ക് ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും? ഒന്നും അറിയില്ല. കേരളം പോലെ മത്സ്യത്തെ ഇത്രമാത്രം ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകർത്താക്കൾക്ക് നമ്മുടെ ജനത്തോട് അല്പമെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അടിയന്തരമായി ഈ കിറ്റ് ഏത് നിലയ്ക്കാണെങ്കിലും മാർക്കറ്റിൽ എത്തിച്ച് പൊതുജനത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ അവർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഫിഷറീസ് ആരോഗ്യ വകുപ്പുകളുടെ എല്ലാം അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൽ കേരളം ഒന്നാമതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ മത്സ്യത്തിൻ്റെ അഡൾട്ടറേഷൻ കണ്ടുപിടിക്കാൻ നമുക്കിപ്പോഴും പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. ലോഡ് കണക്കിന് മത്സ്യം ഫ്രീസർ പോലുമില്ലാതെ ട്രക്കുകളിൽ കേരളത്തിൽ എത്തുന്നുണ്ട്, യാതൊരു പരിശോധനാ സംവിധാനങ്ങളുമില്ലാതെ. മത്സ്യത്തിൻ്റെ മുകളിൽ ഐസ് വിതറിയിട്ടുണ്ടാകും, ഒപ്പം അമോണിയയും അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡും. സംസ്ഥാനത്തെ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ റെയ്ഡുകൾ നടത്താറുണ്ട്, അവർ പിടിക്കാറുമുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് ഇങ്ങനെ അഡൾട്ടറേറ്റഡ് ആയിട്ട് വരുന്ന മത്സ്യത്തിൻ്റെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് ഇങ്ങനെ പിടിക്കപ്പെടുന്നത്. ബാക്കിയെല്ലാം മലയാളിയുടെ വയറ്റിലേക്കാണ് ചെല്ലുന്നത് എന്നതുമാണ് പരമമായ യാഥാർത്ഥ്യം. അമോണിയയും ഫോർമാലിനുമെല്ലാം ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ ഈ വിധ കെമിക്കലുകൾ ഉള്ളിൽ ചെന്നാണ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കുവാനോ തീർച്ചയാക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കണ്ടാമിനേറ്റഡ് ഫിഷ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പ്രശ്നങ്ങൾ അനവധി ഉള്ളപ്പോഴും. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് കിറ്റ് വാങ്ങാൻ പറ്റിയാൽ ഒന്ന് വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കിറ്റ് ലഭിക്കുന്ന കമ്പനികളുടെ അഡ്രസ്സുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മറ്റൊന്ന്, മീൻ വാങ്ങിയാൽ നമ്മൾ നന്നായി വെള്ളത്തിൽ കഴുകണം. നമ്മളത് എന്നും ചെയ്യുന്നതാണ്. ഫോർമാലിൻ വെള്ളത്തിൽ ഒഴുകിപ്പോകും. 75 ഡിഗ്രി എങ്കിലും കുറയാത്ത ചൂടിൽ വേണം മീൻ വേവിക്കാൻ. നമ്മളതും എന്നും ചെയ്യുന്നതാണ്. നമുക്കറിയാവുന്ന വ്യാപാരികളുടെ അടുത്തു നിന്ന് മാത്രം മീൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഫോർമാൽഡിഹൈഡ് അറിയപ്പെടുന്ന ഒരു കാർസിനോജനാണ്. ക്യാൻസർ കൂടാതെ വയറ്റിൽ വേദന, ഛർദി, കോമ, കിഡ്നിക്ക് തകരാറുകൾ, എന്തിന് മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു കെമിക്കലാണ് ഫോർമാൽഡിഹൈഡ്. അതുകൊണ്ട് ഇനി മീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ മീനിൻ്റെ കൺസംഷൻ ആവറേജ് 30 കിലോയാണ് ഒരു വർഷം. ഇത് ഓൾ ഇന്ത്യ ആവറേജായ 8.89ൻ്റെ 3 ഇരട്ടിയാണ്. വേൾഡ് ആവറേജ് പോലും 20.25 കിലോയാണ്. ഇതിനിയും കൂടുമെന്നാണ് CMFRI പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഫിഷ് ഇമ്പോർട്ട് ഇനിയും കൂടും, ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളും. ഇപ്പോൾ കേന്ദ്ര സർക്കാർ മീൻ എവിടെ നിന്ന് പിടിച്ചു, ഏത് ബോട്ടിൽ കൊണ്ടുവന്നു, എന്തൊക്കെയാണ് ആ ബോട്ടിലെ സംവിധാനങ്ങൾ, എങ്ങനെയാണ് പിടിച്ചത്, ഒരാളുടെ വളർത്തു മത്സ്യമാണെങ്കിൽ ആ വിവരങ്ങൾ, ഇതെല്ലാം എല്ലാവർക്കും അറിയുവാനായുള്ള ഒരു ട്രേസബിലിറ്റി സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. സാറ്റലൈറ്റ്, GPS ഇതിൻ്റെ എല്ലാം സഹായത്തോടെ മൊബൈൽ ആപ്പിലൂടെയും ഡിജിറ്റൽ ടാഗിങ്ങും വഴിയായിരിക്കും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുക. US-ലും യൂറോപ്യൻ യൂണിയനിലുമെല്ലാം നേരത്തെ തന്നെ ഇങ്ങനെയൊരു സിസ്റ്റമുണ്ട്. ഫുഡ് ട്രേസബിലിറ്റി സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. ഏതൊരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെയും അതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് ആരംഭിച്ച് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെയുള്ള സഞ്ചാരപഥം കണ്ടെത്തുവാൻ ഈ ഒരു ട്രേസബിലിറ്റി സിസ്റ്റത്തിന് കഴിയും. നമ്മുടെ നാട്ടിലും ഇത് വന്നാൽ മീനിൻ്റെ മാത്രം കാര്യമെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷം അടിച്ച മീൻ നമുക്ക് കിട്ടിയാൽ മീനിൻ്റെ ഉത്ഭവസ്ഥാനവും പിടിച്ച ബോട്ടും അതിൻ്റെ ഉടമയും ഒക്കെ നമുക്ക് കണ്ടെത്തുവാനാകും. ബാക്കി കാര്യങ്ങളിൽ എങ്ങനെയാകും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എങ്കിലും അങ്ങനെ ഒരു സംവിധാനം വന്നാൽ മീനാണെങ്കിലും ഏത് ഭക്ഷ്യപദാർത്ഥമായിരുന്നാലും അഡൾട്രേറ്റ് ചെയ്യുവാൻ 2 വട്ടം ആലോചിക്കും തീർച്ച. മീൻ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കണ്ടാമിനേറ്റഡ് ആണ്, വിഷപദാർത്ഥങ്ങളുണ്ട് എന്നൊക്കെ കേട്ടാൽ നാളെ മുതൽ ആരെങ്കിലും മീൻ വേണ്ട എന്ന് വയ്ക്കുമോ? ഇല്ല. ഇതൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല, ആരും ശ്രദ്ധിക്കാൻ പോകുന്നുമില്ല. പക്ഷേ നമ്മുടെ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ പറ്റും. അതിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വിഫ്റ്റിൻ്റെ ടെസ്റ്റ് കിറ്റുകൾ നാട്ടിൽ സുലഭമാക്കുക എന്നത്. എന്തുകൊണ്ടാണ് ഈ കിറ്റ് കൺസ്യൂമേഴ്സിന് കിട്ടാത്തത് എനിക്കറിയില്ല. നമ്മുടെ സർക്കാർ തന്നെ അതിന് ഉത്തരം പറയട്ടെ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.